ഇടത് സർക്കാരിന്റെ ജനവഞ്ചനയ്ക്കെതിരായ വിധിയെഴുത്തായി ഈ തെരഞ്ഞെടുപ്പ് മാറുമെന്ന് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യാപകമായി വോട്ട് വെട്ടിനീക്കി. വാർഡ് വിഭജനം തന്നെ അശാസ്ത്രീയമാണ്. ഇടതുമുന്നണി നടത്തുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഉപയോഗിച്ച് ജനവിധി അനുകൂലമാക്കാനുള്ള ശ്രമമെന്നും വി മുരളീധരൻ കുറ്റപ്പെടുത്തി. നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പുള്ള ജനങ്ങളുടെ അഭിപ്രായം അറിയാനുള്ള അല്ലെങ്കിൽ വിധിയെഴുത്ത് നടത്താനുള്ളൊരു അവസരമാണ്. കഴിഞ്ഞ 10 വർഷമായിട്ട് കേരളത്തിൽ ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് സർക്കാർ, ആ സർക്കാരിൻ്റെ ജനവഞ്ചനയ്ക്കെതിരായിട്ടുള്ള വിധിയെഴുത്തായിട്ട് ഈ തെരഞ്ഞെടുപ്പ് മാറും എന്നുള്ള കാര്യത്തിലൊരു സംശയമില്ല. കാരണം എല്ലാ കാര്യങ്ങളിലും ജനങ്ങളെ വഞ്ചിക്കുന്ന, കബളിപ്പിക്കുന്ന സമീപനമാണ് സർക്കാർ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നടക്കുന്നത്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് അതിദാരിദ്ര്യമുക്തമായിട്ട് കേരളത്തെ പ്രഖ്യാപിക്കൽ. ഒരു വശത്ത് അതിദാരിദ്ര്യമുക്തമായിട്ട് കേരളത്തെ പ്രഖ്യാപിക്കുകയും മറുവശത്ത് 6 ലക്ഷം മഞ്ഞക്കാർഡ് ഉടമകൾക്ക് കേന്ദ്ര സർക്കാർ സൗജന്യമായിട്ട് അരി കൊടുക്കണം എന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുകയും, ഇതിൽ തന്നെ വലിയ വൈരുദ്ധ്യമുണ്ട്. ഇതേപോലെ വികസനം 45 കൊല്ലമായിട്ട് തുടരുന്ന വികസനം തുടരാൻ വേണ്ടിയിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഈ ഇടതുമുന്നണിക്ക് വോട്ട് ചെയ്യണമെന്നാണ് അവരാവശ്യപ്പെടുന്നത്. 45 വർഷത്തെ വികസനം നടത്തിയിട്ടിപ്പോൾ നമ്മുടെ ഈ തിരുവനന്തപുരം ജില്ലയിൽ സിറ്റിയിൽ ആഴ്ചയിൽ 2 ദിവസമാണ് വെള്ളം കിട്ടുന്നത്. അപ്പോൾ 2 ദിവസത്തെ വെള്ളം കിട്ടൽ തുടരാൻ വേണ്ടിയിട്ടാണോ വോട്ട് ചോദിക്കുന്നത് എന്നുള്ളതാണ് ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യം. അതോടൊപ്പം കേന്ദ്ര സർക്കാർ 800 കോടി രൂപ നൽകി സ്മാർട്ട് സിറ്റിക്ക് വേണ്ടിയിട്ട് ഇത്രയും പണം നൽകിയതിന് ശേഷം ആ പണം ഉപയോഗിച്ച് മെയിൻ റോഡുകൾ കുറച്ചൊക്കെ ചെയ്തു, പക്ഷേ മാലിന്യ സംസ്കരണത്തിലൊന്നും ചെയ്തില്ല. കിച്ചൺ ബിന്നിൻ്റെ പേരിൽ വലിയ വെട്ടിപ്പ് നടന്നു. അതേപോലെ റോഡുകൾ, ഇടറോഡുകൾ മുഴുവൻ തകർന്നു കിടക്കുന്നു. തെരുവ് വിളക്കുകൾ കത്താത്ത സാഹചര്യം. ഇതിനോടൊക്കെയുള്ള ജനങ്ങളുടെ അമർഷം, ആ അമർഷം ജനങ്ങൾ ഇതിൽ പ്രകടിപ്പിക്കും.